എല്ലാവർക്കും CCNA ക്ലാസ്സിലോട്ട് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോ പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും നെറ്റ്വർക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എ നെറ്റ്വർക്ക് ഈസ് ആൻ ഇൻ്റർകണക്ഷൻ ബിറ്റ്വീൻ 2 or more കമ്പ്യൂട്ടബിൾ ഡിവൈസസ് ടു ഷെയർ ഡേറ്റ ആൻഡ് റിസോഴ്സസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾക്ക് പലതരത്തിലുള്ള നെറ്റ്വർക്കുകളുണ്ട്. അതായത് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉണ്ട്, മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോണത്. ഇപ്പോൾ എന്തിനാണ് ഈ നെറ്റ്വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുന്നത്? നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഡേറ്റ ഷെയർ ചെയ്യണം. അതായത് ഡേറ്റ ഷെയർ ചെയ്യണം, റിസോഴ്സസും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഓഫീസിൻ്റെ കാര്യം നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാം. ഒരു 4 കമ്പ്യൂട്ടറുകൾ മാത്രമുള്ള ഒരു ഓഫീസിൻ്റെ കാര്യം നമുക്കിപ്പോൾ എടുക്കാം. ഓക്കെ, 4 കമ്പ്യൂട്ടറുകൾ എടുക്കുന്നു. ഈ 4 കമ്പ്യൂട്ടറുകൾ തമ്മിൽ നമ്മൾക്ക് ഇൻ്റർകണക്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇൻ്റർകണക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നെറ്റ്വർക്ക് സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസ് വേണം. നെറ്റ്വർക്ക് സ്വിച്ച്. ഓക്കെ, ആ സ്വിച്ചിലോട്ട് നമ്മൾക്ക് ലാൻ കേബിൾ അല്ലെങ്കിൽ നമ്മുടെ പാച്ച് കേബിൾ ഉപയോഗിച്ച് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇഥർനെറ്റ് കേബിൾ ഉപയോഗിച്ച് നമുക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഇൻ്റർകണക്റ്റ് ചെയ്ത് സ്വിച്ചിലോട്ട് നമ്മൾ കേബിൾ ഉപയോഗിച്ച് ഇൻ്റർകണക്റ്റ് ചെയ്ത് നമ്മൾ ഈ കമ്പ്യൂട്ടറിനൊക്കെ IP അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ആദ്യത്തെ കമ്പ്യൂട്ടറിന് ഇത് PC1 ആണെന്ന് കരുതുക. PC1, ഇത് PC2, ഇത് PC3, ഇത് PC4. ഈ ആദ്യത്തെ കമ്പ്യൂട്ടറിന് ഞാൻ 192.168.1.1, അടുത്തതിന് ഞാൻ 192.168.1.2, അടുത്തതിന് ഞാൻ 192.168.1.3, 192.168.1.4 എന്നിങ്ങനെ IP അഡ്രസ്സൊക്കെ കൊടുത്തൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മളിവിടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് ഈ 4 കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കും ഒരു നെറ്റ്വർക്കിനകത്താണെന്ന് പറയാനായിട്ട് സാധിക്കും. ഈ നെറ്റ്വർക്ക് നമുക്ക് എക്സാമ്പിളായിട്ട് നെറ്റ്വർക്ക് 1 എന്ന് നമുക്ക് ജസ്റ്റ് വിളിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്? ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ? ഡേറ്റയും റിസോഴ്സും ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഡേറ്റ ഷെയറിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ PC1 ഒരു യൂസർക്ക് അയാളുടെ വേർഡ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു ഫോൾഡറിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട ഇമേജസോ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ. അപ്പോൾ അതെല്ലാം ഒരു ഫോൾഡറിലാക്കിയിരിക്കുന്നു. ഈ PC1 ഒരു ഫോൾഡറിനകത്തുണ്ട്. ഓക്കെ, ഡ്രൈവിനകത്തുള്ള ഫോൾഡറിനകത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നെറ്റ്വർക്കിലുള്ള മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ PC1 നിന്ന് നമ്മളൊരു ഫോൾഡർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് PC4 ആക്സസ് ചെയ്യാൻ പറ്റും, PC2 ആക്സസ് ചെയ്യാൻ പറ്റും, PC3 ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെറ്റ്വർക്കിലൂടെ നമ്മൾക്ക് പ്രധാനമായിട്ടും ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡേറ്റ ഷെയറിങ്ങിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? നമ്മുടെ വേർഡ് ഫയലുകളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വേർഡ് ഫയൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എന്ത് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള എന്ത് ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത റിസോഴ്സസ് എന്ന് പറയുമ്പോഴത്തേനും പ്രധാനമായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും കൂടി പ്രിൻ്ററുണ്ട്. ഈ പ്രിൻ്റർ ഈ നെറ്റ്വർക്ക് സ്വിച്ചുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിന് IP അഡ്രസ്സൊക്കെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രിൻ്ററും നമ്മൾ കണക്റ്റ് ചെയ്തു. ഈ പ്രിൻ്ററിന് ഞാനിപ്പോൾ 1.5 എന്നുള്ള IP അഡ്രസ്സ്, 192.168.1.5 എന്നുള്ള IP അഡ്രസ്സ് കൊടുക്കുന്നു എന്ന് കരുതാം. അപ്പോൾ ഈ പ്രിൻ്റർ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്ത് അവരുടെ പ്രിൻറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രിൻ്റർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഡിവൈസാണ്? ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് പ്രിൻ്റർ എന്ന് പറയുന്നത് അല്ലേ? പ്രിൻ്റർ സ്കാനർ എന്നൊക്കെ പറയുന്നത് ഹാർഡ്വെയർ ഡിവൈസാണ്. അപ്പോൾ റിസോഴ്സ് ഷെയറിങ്ങിന് എക്സാമ്പിളായിട്ട് നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? അതായത് നമ്മുടെ പ്രിൻ്ററും സ്കാനറും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഓഫീസിൽ അവരുടെ ഫയലുകൾ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ വേർഡ് ഫയലുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവരവരുടെ ആ ഓരോ ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നതിന് പകരമായിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെർവർ കണക്ട് ചെയ്തിട്ട് ആ സെർവറിനകത്ത് അവർക്ക് ഹാർഡ് ഡിസ്ക് അടുക്കി വെക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഹാർഡ് ഡിസ്ക് അടുക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാനായിട്ട് സാധിക്കും. റെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിൽ ആയിപ്പോയാലും നമ്മൾക്ക്
ഈ ഹാർഡ് ഡിസ്കിലോട്ട് ഇതെല്ലാം കൂടെ ഒരൊറ്റക്കെട്ടായിട്ട് ഒരൊറ്റ ഹാർഡ് ഡിസ്ക് പോലെ ആക്ട് ചെയ്യും. അതിലോട്ട് ഫയലുകൾ ഇട്ടാൽ നമ്മുടെ ആ ഫയലുകൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി വേണ്ട. അപ്പോൾ റെയ്ഡ് ചെയ്ത് നമ്മൾക്കിങ്ങനെ ഇതിനെ ഫയൽ സെർവർ ആക്കി മാറ്റാനും നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഫയൽ സെർവർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നെറ്റ്വർക്കിലൂടെ നമ്മുടെ ഫയലുകളൊക്കെ ഈ സെർവറിനകത്ത്, അതായത് ഫയൽ സെർവർ ആക്കി വെച്ചിരിക്കുന്ന ഈ സെർവറിനകത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫയൽ സെർവർ ആക്കാനായിട്ട് നമ്മൾ ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് യൂസ് ചെയ്തത് അല്ലേ. സെർവർ എന്ന് പറയുന്ന ഹാർഡ്വെയർ ഡിവൈസിനകത്ത് വീണ്ടും ഹാർഡ്വെയർ ഡിവൈസ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒറ്റക്കെട്ടാക്കിയിട്ട് റെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് നമ്മൾക്ക് തരുന്നത് കൊണ്ടല്ലേ നമ്മൾക്ക് അവിടെ ഫയലുകളൊക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് റിസോഴ്സ് ഷെയറിങ്ങിന് എക്സാമ്പിളായിട്ട് നമുക്കും ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അഡീഷണലായിട്ട് പറയുവാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ. നമുക്ക് ISP വരുന്ന മോഡൽ വഴി കണക്ട് ചെയ്ത് അത് നേരെ ഇൻ്റർനെറ്റിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾക്ക് അഡീഷണലായിട്ട് ചെയ്യുന്ന അല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റും. അതായത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടല്ലേ. എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ചെയ്യാനായിട്ട് പറ്റുന്നത്? നമ്മൾക്ക് പ്രധാനമായിട്ടും ഇമെയിൽ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ ചാറ്റിങ് ചെയ്യാനായിട്ട് പറ്റും. ഓഡിയോ വീഡിയോ ചാറ്റിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് നെറ്റ്വർക്കിലൂടെ പോസിബിളാണ്. അപ്പോൾ നമ്മൾക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം.